സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തമിഴ് സൂപ്പർ താരം ദളപതി വിജയ് നായകനായി എത്തുന്ന അവസാന ചിത്രമാണ് ജനനായകൻ. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുള്ള അവസാന ചിത്രമാകും ജനനായകനെന്നാണ് റിപ്പോർട്ടുകൾ. 2026 ജനുവരി 9 പൊങ്കൽ റിലീസായാവും ചിത്രം എത്തുക. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായി എത്തുന്ന ചിത്രം എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. മാത്രമല്ല സാങ്കേതിക മികവ് കൊണ്ടും വൻ താരനിര കൊണ്ടും ചിത്രം സമ്പന്നമാണ്. ഇപ്പോഴാ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വിജയ് ചിത്രത്തിലെ ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. വൺ ലാസ്റ്റ് സോങ് എന്ന പേരിലാണ് ഗാനം എത്തുക എന്നാണ് സൂചനകൾ. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. വിജയുടെ പ്രിയപ്പെട്ട 3 സംവിധായകരായ ബോയ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോകേഷ് കനകരാജ്, അറ്റ്ലി, നെൽസൺ എന്നിവർ ജനനായകനിലെ ഒരു ഗാനരംഗത്തുണ്ടാകുമെന്ന സൂചനകൾ നേരത്തെ എത്തിയിരുന്നു. അതേസമയം ജനനായകന്റെ ടീസർ വിജയുടെ 51ാം ജന്മദിനമായ 2025 ജൂൺ 22 പുറത്തെത്തിയേക്കും. ചിത്രത്തിന്റെ പ്രമേയത്തെക്കുറിച്ചും ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചും ടീസർ പുറത്തുവരുന്നതോടെ പ്രേക്ഷകർക്ക് ധാരണ ലഭിക്കും. അതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഇത്രയും നാൾ ആരാധകർ. അതേസമയം വിജയ് അഭിനയിക്കേണ്ട ഭാഗങ്ങളുടെ ചിത്രീകരണം പൂർത്തിയായെന്ന സൂചനകൾ നേരത്തെ പുറത്തെത്തിയിരുന്നു. വലിയ പ്രൊമോഷനോടെയല്ല സിനിമയുടെ ചിത്രീകരണം നടന്നത്. സൺ ടിവിക്ക് 55 കോടി രൂപയ്ക്ക് സാറ്റലൈറ്റ് റൈറ്റ്സ് ജനനായകൻ വിറ്റതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒപ്പം 121 കോടി രൂപയ്ക്ക് ആമസോൺ പ്രൈമിന് OTT റൈറ്റ്സ് ലഭിച്ചതായും സൂചനകളുണ്ട്. തമിഴ് സിനിമാ ലോകത്തെ സംബന്ധിച്ച് ഇതും ഒരു റെക്കോർഡാണ്. അതേസമയം 2023 പുറത്തിറങ്ങിയ നന്ദമുരി ബാലകൃഷ്ണയുടെ തെലുങ്ക് ചിത്രമായ ഭഗവന്ത് കേസരിയിലെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന സന്ദേശം നൽകുന്ന ഒരു പ്രധാന രംഗം ജനനായകനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ഈ രംഗത്തിന്റെ റീമേക്ക് റൈറ്റ്സിനായി 4.5 കോടി രൂപയാണ് ജനനായകൻ ഭഗവന്ത് കേസരിയുടെ നിർമ്മാതാക്കൾക്ക് നൽകിയത്. പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, പ്രകാശ് രാജ്, ഗൗതം വസുദേവ് മേനോൻ, പ്രിയാമണി, ശ്രുതി ഹസൻ, മമിത ബൈജു, രേവതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രേവതി 23 വർഷങ്ങൾക്ക് ശേഷം വിജയ്ക്കൊപ്പം ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം സത്യൻ സൂര്യനാണ് നിർവഹിക്കുന്നത്. പ്രദീപ് ഇ രാഘവാണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.